തീർച്ചയായും ചെയ്യിക്കും. ആള് തന്നെ ചെയ്യിക്കണം എന്നാണ് ആഗ്രഹം. നാടിന് വികസനം വേണമെന്നുണ്ടെങ്കിൽ ആള് തന്നെ ചെയ്യിക്കണം. കഞ്ഞിയോട്ടാണ്. അപ്പൊ സുരേഷ് ഗോപിക്ക് എന്താ ചെയ്യാനുള്ള കാരണം? ആള് ചെയ്യണ നല്ല പ്രവൃത്തികൾ നമ്മൾ കാണുന്നതല്ലേ. എന്തൊക്കെ വികസനങ്ങൾ വരുമെന്നുള്ള പ്ലാനിലാണ് സുരേഷ് ഗോപി ചെയ്യുന്നത്? കേരളം മൊത്തം മാറും ആള് വന്നു കഴിഞ്ഞാൽ. അതെ, ഉറപ്പാണ്. സുരേഷ് ഗോപിക്ക് തന്നെ എന്റെ വോട്ട്, എന്റെ കന്നി വോട്ടാണ് സുരേഷ് ഗോപിക്ക്. എന്താ സുരേഷ് ഗോപിക്ക് ചെയ്യാനുള്ള കാരണം? ആള് ജെന്യുവനായിട്ട് തോന്നുന്നു. പിന്നെ മറ്റുള്ള സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ചിട്ട് എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ മറ്റേ കോഫി വിത്ത് പരിപാടിക്കൊക്കെ വന്ന അത്യാവശ്യം എല്ലാം പറഞ്ഞു. നിങ്ങൾ തൃശ്ശൂരുകാരല്ലേ? ഇപ്രാവശ്യം സുരേഷ് ഗോപിക്ക് എത്രത്തോളം വിജയസാധ്യതയുണ്ട് ഇവിടെ തൃശ്ശൂരിൽ? 100%. ഓക്കെ. എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും. മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ നീക്കാനല്ല ആഗ്രഹിക്കുന്നത്. ആദ്യം നല്ലൊരു സോഷ്യലിസ്റ്റാണ്. നമുക്ക് വേണ്ടതൊരു നല്ലൊരു സോഷ്യലിസ്റ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് വേണ്ടത്. നമ്മുടെ ഈ തൃശ്ശൂരിലല്ല, കേരളത്തിലാണെങ്കിലും മുംബൈയിലാണെങ്കിലും വേണ്ടത് അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ സുരേഷ് ഗോപി സാർ ജയിക്കണം. 100% തന്നെ തൃശ്ശൂരിലേക്ക് വരണം. തൃശ്ശൂരിന് ആർക്ക് നല്ല നേട്ടം തന്നെ ഉണ്ടാവും. എനിക്ക് തന്നെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവർക്കും ഈ ഇലക്ഷനിൽ സുരേഷ് ഗോപിയുടെ വിജയസാധ്യതയെക്കുറിച്ചൊന്ന് പറയാനുണ്ട്? തീർച്ചയായിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ജനസമ്മതനായ ഒരു നേതാവാണ്. അതുമാത്രമല്ല നാടിനു വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിത്വമാണ്. മറ്റുള്ള പാവങ്ങളായ ജനങ്ങളെ സഹായിക്കുക, കയ്യിൽ നിന്നും പൈസ ചിലവാക്കിയിട്ടാണ് ആൾ ജനങ്ങളെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂരിന് വേണ്ടി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശക്തൻ മാർക്കറ്റിൻ്റെ കാര്യം നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് തന്നെ ഒരു സൗദിയിൽ പെട്ട ഒരു വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു സ്നേഹിതനെ ഇപ്പോൾ ആ ശിക്ഷ ഇളവ് നേടാൻ വേണ്ടി ആൾ അതിനുവേണ്ടി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. അത് ഇളവ് നേടിക്കൊടുക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും. അതിനുള്ള വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ്റെ വർക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുറച്ച് കാലങ്ങളായിട്ട് തന്നെ ഇവിടെ തൃശ്ശൂർ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ബൂത്ത് തലത്തിൽ തന്നെ നല്ല വർക്കുകൾ നടക്കുന്നതാണ് നമ്മുടെ അറിവ്. അപ്പോൾ അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കഴിവും അവർ പാർട്ടി ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഭാഗത്തു നിന്നായാലും എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് അറിയാനായിട്ട് സാധ്യത കൂടുതലായി. മറ്റ് പണ്ട് കാലങ്ങളിൽ എല്ലാം ഇപ്പോൾ പദ്ധതികളെല്ലാം പദ്ധതികളെല്ലാം കേരളം പേരുമാറ്റി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിൽ നിന്നെല്ലാം മാറി കേന്ദ്രത്തിൻ്റെ പദ്ധതികളെല്ലാം കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു ഗുണം കൂടി ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമാണെന്നുള്ള പ്രതീക്ഷയുണ്ട്. ജയിക്കുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമായിരിക്കും? ആൾ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ കുറേ പദ്ധതികൾ ഇപ്പോൾ വാഗ്ദാനങ്ങൾ നൽകി അത് നടക്കാത്ത സാഹചര്യത്തിലേക്ക് എത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ നിന്നപ്പോൾ തന്നെ ജയിക്കുമോ എന്നോ പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ തോൽക്കുമോ എന്ന് പ്രതീക്ഷിച്ചിട്ടോ അല്ല അദ്ദേഹം ഈ 1 കോടി രൂപ തൃശ്ശൂരിന് കൊടുക്കാമെന്ന് പറഞ്ഞത്. അത് ആൾ തോറ്റിട്ടും തൃശ്ശൂരിന് വേണ്ടി ചെയ്തു. അത് കഴിഞ്ഞ 5 വർഷവും ഈ തൃശ്ശൂരിന് വേണ്ടി അദ്ദേഹം നല്ല രീതിയിൽ ജനങ്ങളായി സമ്പർക്കം നടത്താനും മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടാനും എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇപ്പോൾ മറ്റ് 2 സ്ഥാനാർത്ഥികളായാലും ഇപ്പോൾ ഈ സുനിൽകുമാറുടെ കൃഷിമന്ത്രിയായിരുന്ന ഈ സ്വർണ്ണ വായ്പ, കാർഷിക വായ്പ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് അദ്ദേഹം തന്നെ നോട്ടീസ് അയച്ച് ആ പദ്ധതിയുടെ പലിശയുടെ വിഹിതം 4% എന്നുണ്ടായിരുന്ന ആ വിഹിതം കുറച്ച് 8% എത്തിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ആദ്യം തന്നെ ചെയ്തിട്ടുള്ളത്. അതുപോലെ പിന്നെ ഈ മാറി നിന്ന 2 വർഷം ജനങ്ങൾക്കിടയിലേക്ക് എത്താനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനോ ഒന്നും ആൾ മുന്നോട്ട് വന്നിട്ടില്ല. കരുവന്നൂർ വിഷയത്തിലുള്ള ആൾ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് അദ്ദേഹത്തിൻ്റെ ഉണ്ട്. പിന്നെ അതുപോലെ മുരളീധരനായാലും ഇവിടെ തൃശ്ശൂർ ജനിച്ചു എന്നല്ലാതെ തൃശ്ശൂരിന് വേണ്ടി ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ഓക്കെ, താങ്ക് യു.
സംസാരിച്ചാൽ മതി. ഇപ്രാവശ്യം തൃശ്ശൂർ എത്രത്തോളം സാധ്യതയുണ്ട്? പ്രാവശ്യം തൃശ്ശൂർ 100% സുരേഷ് ഗോപിനെ തന്നെ തിരഞ്ഞെടുക്കും. കാരണം നമുക്കറിയാം LDFും UDFും മാറി മാറി ഇവിടെ നിന്ന് ജയിച്ച് പോയിട്ട് ആ സ്ഥാനാർത്ഥികൾ കാൻഡിഡേറ്റ്സ് ഒന്നും ഇവിടെ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു ചോദ്യചിഹ്നമാണ്. അതിനൊരു വലിയൊരു മാറ്റം തൃശ്ശൂർ നിവാസികൾ തീർച്ചയായിട്ടും കൊണ്ടുവരും. കാരണം ഇത് വലിയൊരു അവസരമാണ് തൃശ്ശൂർക്കാരെ സംബന്ധിച്ച്. നമ്മളറിയാതെ തന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ മനസ്സും അദ്ദേഹത്തിന് ഈ നാട് പുരോഗമിക്കുന്നതിൻ്റെ ഒരു ആവശ്യകതയും അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഈ പ്രാവശ്യം തൃശ്ശൂർ നിവാസികൾ ഒരിക്കലും കൈവിടിയില്ല. 100% സുരേഷ് ഗോപിയുടെ വിജയിച്ചിരിക്കും. എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത് തൃശ്ശൂർ ജയിച്ചു കഴിഞ്ഞാൽ? മിനിമം നമുക്ക് ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ 100% അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ ആലുവയിൽ നിന്ന് മെട്രോ ഒരു പക്ഷേ കോയമ്പത്തൂർ വരെ നീളം, അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള വികസനം 100% തൃശ്ശൂർ സുരേഷ് ഗോപി വന്നു കഴിഞ്ഞാൽ സംഭവിക്കും. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഒരു വലിയൊരു രീതിയിലുള്ള സപ്പോർട്ടും കൂടി ഉണ്ടാകുമ്പോൾ ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യതയോടൊപ്പം തന്നെ മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കും അത്യാവശ്യം ഗ്യാരണ്ടി ഉള്ളവരാണല്ലോ. അവരെ സംബന്ധിച്ച് സുരേഷ് ഗോപി എന്താണ് മാക്സിമം ചെയ്യാനുള്ള കാര്യങ്ങൾ? അതായത് തൃശ്ശൂർ നിവാസികൾ എന്ന് പറയുമ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മളെല്ലാവരും എന്താ പറയുക വിദ്യാസമ്പന്നരാണല്ലേ. അപ്പോൾ നമുക്കറിയാം ഇപ്പം ഇന്നിപ്പോൾ ഇവിടെ യുവാക്കൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും മറ്റുള്ള ബിസിനസ്സുകാർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്ന് ഇവിടെ മറ്റുള്ള കാൻഡിഡേറ്റ്സ് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്കറിയാം അല്ലേ. 100% കേന്ദ്രത്തിൽ മോഡിജിയുടെ നേതൃത്വത്തിൽ 100% ഭരണം വരും. അപ്പോൾ ഇവിടുന്ന് ഏത് കാൻഡിഡേറ്റ് പോയാലും അതിനേക്കാൾ കൂടുതൽ വലിയ വലിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും സുരേഷ് ഗോപി ഇവിടെ ജയിച്ചു പോയാൽ സംഭവിക്കും. അത് തൃശ്ശൂർ നിവാസികൾക്കറിയാം. 100% നമ്മൾ അതൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് മറ്റുള്ള കാൻഡിഡേറ്റിൽ നിന്ന്. അതിൽ നിന്ന് വ്യത്യസ്തനാണ് അദ്ദേഹം. കാരണം അദ്ദേഹം വെറും MP ആയിരുന്നുകൊണ്ട് പോലും, അതായത് വേറൊരു സ്റ്റേറ്റിൽ നിന്ന് MP ആയിട്ട് പോയിട്ട് പോലും അദ്ദേഹം തൃശ്ശൂർ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് 100% അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ തെരഞ്ഞെടുത്ത് പോകുമ്പോൾ സംഭവിക്കുന്ന വലിയ വികസനങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ. ഞങ്ങളൊരു സംഘടനയുടെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. ഹിന്ദു ഇക്കണോമിക് ഫോറം എന്ന് പറഞ്ഞു. അതൊരു ബിസിനസ്സും 80% ബിസിനസ്സുകാരും 20% പ്രൊഫഷണൽസിൻ്റെ ഒരു സംഘടനയാണ്. ഈ സംഘടന നമ്മളിവിടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായാലാണ് ബിസിനസ് ഉണ്ടാവുക. അപ്പോൾ ആ ഇതിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ പോയിട്ട് സംസാരിക്കാനും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മോദിജി ആയിട്ടുള്ള അടുപ്പുള്ള ഒരാളെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി മാത്രം. അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന് നമുക്ക് ഇവിടെ രാഷ്ട്രീയമല്ല വേണ്ടത്, ഡെവലപ്മെൻ്റാണ് വേണ്ടത്. അതിൻ്റെ പേരിൽ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം തന്നെയാണ് നിൽക്കുള്ളൂ. അപ്പോൾ അതിനെല്ലാ സഹായങ്ങളും ഞങ്ങൾ 2019 തൊട്ട് സുരേഷ് ചേട്ടനായിട്ടുള്ള ബന്ധങ്ങളുണ്ട്.